മോനെ പ്രിയ, എങ്ങോട്ടാ മോനെ കയറി പോന്നു? ചേട്ടാ, എനിക്കിപ്പോ തന്നെ പാറുവിനെ കണ്ട് സംസാരിക്കണം. ചേട്ടനോട് ഞാനിത് പറഞ്ഞ ചേട്ടൻ പാറുവിനെ വിളിച്ച് പറയും. ഞാൻ അവളെ കാണാൻ ഇവിടെ കാത്തു നിൽക്കും. അവള് മീരയോ ഐഷയോ താഴേക്ക് സംസാരിക്കാൻ അയക്കും. അത്ര നേരം നോക്കി നിന്ന് മണ്ടനായതിനു ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും. ഇതല്ലേ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മതിയായി. അവൾ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്ന് കണ്ട് സംസാരിച്ചോളാം. ചേട്ടൻ ദയവേത് എന്നെ തടയരുത്. മോനെ മോനെ, നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ കാരണം എന്റെ ജോലി പോവും. നിനക്ക് പാറുവിനോട് സംസാരിച്ച പോരെ, വഴിയുണ്ടാക്കാം. ചേട്ടാ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവള് താഴേക്ക് വരില്ല. മനുഷ്യർക്ക് എപ്പോഴും ഒരേ സാഹചര്യം ആയിരിക്കില്ല മോനെ. നീ കുറച്ച് ക്ഷമ കാണിക്കണം. എന്താ ചേട്ടാ? മോളെ, പ്രിയൻ പാറുവിനെ കാണാൻ വന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് അവളോട് ഒന്ന് താഴോട്ട് വരാൻ പറ. ഇത്തവണ ഒഴിവ് കഴിവുകളൊന്നും പറയരുത്. പ്രിയൻ എന്തായാലും അവളെ കണ്ടിട്ടേ പോവും. പാറു താഴേക്ക് വന്നില്ലെങ്കിൽ അവൻ മോളിലേക്ക് വരുമെന്ന വാശിയില്ല. ദയവ് ചെയ്ത് പാറുവിനോട് എന്റെ ജോലി കളയരുതെന്ന് പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാറു എന്തായാലും വരും. എന്തുപറ്റി? പ്രിയം പാറുവിനെ കാണണമെന്നും പറഞ്ഞ് താഴെ കാത്തുനിൽപ്പുണ്ട്. ഇത്തവണ ഞങ്ങക്ക് പ്രിയനോട് എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചയക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവന് നിന്നെ കാണണമെന്ന വാശിയില്ല. നീ പോയില്ലെങ്കിൽ പ്രിയം ബഹളം വയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ച വലിയ പ്രശ്നമാവും. അല്ലെങ്കിൽ നിന്റെ പേരിൽ കൈലാഷ് സാർ 2 തവണ ഇവിടെ വന്ന് ബഹളം വെച്ചതാ. ഇതും കൂടി ആയാ പിന്നെ പൂർത്തിയാകും. മുക്തയും കൂട്ടരും നിന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കണമെന്ന് വീണ്ടും ബാധിക്കും. ഈശ്വരാ, നീ പ്രിയനോട് സംസാരിച്ച് അവന് പറഞ്ഞയക്കാൻ നോക്ക്. അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. എനിക്ക് പ്രിയൻ ചേട്ടന്റെ മുഖത്തോല് നോക്കാനുള്ള ധൈര്യമില്ല. എന്റെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പ്രിയൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ തിരിച്ചയക്കേ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നീ കരയില്ലേ? ഞങ്ങൾ പോയി സംസാരിച്ച് നോക്കാം. നീ വാ. ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലേ. പാറുവിനോട് തന്നെ നേരിട്ട് വരാൻ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതല്ലേ. പിന്നെന്തിനാ നിങ്ങൾ വന്നത്? പ്രിയന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക മക്കളെ. നിങ്ങൾ പാറുവിനെ വിളിച്ചോണ്ടോ? പാറുവിന് വരാൻ ഒരു ഉദ്ദേശവും. അവൾ എന്നെ അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും പഠിപ്പിച്ച് ഇവരിങ്ങോട്ടേക്ക് വിട്ടതാവും. എന്താ പ്രിയ ഇത്? പാറുവിനെ വേറെ ആര് തെറ്റിദ്ധരിച്ചാലും നീ അങ്ങനെ ചെയ്യാവോ? അവൾക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? അതൊന്നും മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാറു അല്ലാതെ മാറിയിരിക്കുക. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. ഇത്രയും ദിവസം പാറു തന്നെ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരുമെന്ന് കരുതിയ ഞാൻ ക്ഷമയോടെ കാത്തു നിന്നത്. പക്ഷെ അവൾക്ക് അതിനുള്ള ഒരു ഉദ്ദേശവും ഇന്ന് എനിക്ക് മനസ്സിലായി. അതിനു മാത്രം ഇന്ന് എന്താ സംഭവിച്ചേ? രാവിലെ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നോട് പറഞ്ഞത്. ഞങ്ങൾ എന്താ പറഞ്ഞത്? ജെന്നിഫറിന്റെ വിസയുടെ കാര്യത്തിന് ഒരു സ്ഥലം വരെ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? ആ അതെ, ഞങ്ങൾ അതിന് തന്നെ പോയത്. ആണോ? പിന്നെ കമ്പനിയുടെ സിൽവർ ജൂബിലി ഫംഗ്ഷൻ നടന്ന റിസോർട്ടില് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അത് പിന്നെ എന്തുപറ്റി? വീണ്ടും ഇനി എന്ത് നുണ പറയാന്ന് ചിന്തിക്കുകയാണോ? അതല്ല പ്രിയ, ഞങ്ങള് കറങ്ങുന്നതിന്റെ കൂട്ടത്തില് അങ്ങോട്ടും പോയെന്നേ ഉള്ളൂ. മതി, ഇനി എന്നോട് വെറുതെ നുണ പറയണ്ട.
മീര, നീ ഒരിക്കലും നുണ പറയാത്ത ഒരാളാണെന്ന് ഞാൻ കരുതിയത്. എന്നോട് നുണ പറയാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് സത്യം മറയ്ക്കുന്നത്? എന്നോടത് പറഞ്ഞാൽ പാറുവിന് ദോഷം സംഭവിക്കുമെന്ന് കരുതാൻ എന്താ കാരണം? ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? അയ്യോ പ്രിയ, ഞങ്ങളങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്നാൽ സത്യം എന്താണെന്ന് എനിക്ക് അറിയണം. ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല പ്രിയ. അത് പാറുവിനെ വല്ലാതെ ബാധിക്കും. ശരി, എന്നാ അവളോട് വരാൻ പറ. ഞാൻ പാറുവിനോട് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിക്കോളാം. അവൾ എന്തായാലും വരില്ല എന്ന് പറഞ്ഞു. നീ വെറുതെ ഇവിടെ നിന്ന് ബഹളം വെക്കാതെ പോവാൻ നോക്ക്. അവൾ നാളെ രാവിലെ നിന്നെ വിളിക്കും. ഇത് ഞാൻ കുറെ ദിവസമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും ദിവസം എന്നെ വിളിക്കാത്ത അവൾക്ക് നാളെ ഇനി എന്ത് മനംമാറ്റം സംഭവിക്കാനാ? ഇനിയും നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. അവൾ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം. പ്രിയ പ്രിയ പ്രിയ, എന്റെ പൊന്നു മക്കളെ, നോക്കി നിൽക്കാതെ മുറിയിലേക്ക് പോയി അവനെ എങ്ങനെയെങ്കിലും ശാന്തനാക്കി ഒന്ന് പറഞ്ഞയക്കാൻ നോക്ക്. നീ വാ. ഈശ്വര, എന്റെ ജോലി പോവൂ. ഭൂമിക മേഡം ഓഫീസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്താ നിന്റെ പ്രശ്നം? ഇത്രയും കാലം എന്നെ സ്നേഹത്തോടെ നോക്കിയിരുന്ന നീ ഇപ്പൊ എന്നെ കാണുന്നത് ഒരു ശല്യമായിട്ടല്ലേ? നീ ഓരോ ദിവസവും എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് പ്രവചിക്കാൻ പോലും പറ്റുന്നില്ല. കുറച്ചു ദിവസം മുമ്പ് നീ തന്നെയല്ലേ ഗോഡൌണിൽ വെച്ച് എന്നോട് ഇതുവരെ കാണിക്കാത്തതുപോലെ സ്നേഹം പ്രകടിപ്പിച്ചത്? പ്രിയ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇത് ഞാനും പാറുവും തമ്മിലുള്ള പ്രശ്നം. ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ നീ ഇടപെടരുത്. നീ എന്നോട് കമ്പനിയിൽ വെച്ച് സംസാരിച്ചപ്പോ എന്റെ പഴയ പാറുവിനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് ഞാൻ കരുതി. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ ഇപ്പൊ നീ വീണ്ടും പഴയതുപോലെ മാറി. എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നിട്ട് നീ റിസോർട്ടിൽ പോയല്ലേ? നീ എന്തിനാ അവരെ നോക്കുന്നേ? അവരല്ല ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. പിന്നെ ആരാ പറഞ്ഞത്? അതല്ല ഇവിടുത്തെ വിഷയം. നീ എന്തിനാ എന്നോട് നുണ പറഞ്ഞ് റിസോർട്ടിലേക്ക് പോയത്? അത് പറ.